പ്രിയമുള്ളവരെ, ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് ജ്യോതിഷത്തെ പറ്റിയാണ്. അതിൻ്റെ വിശ്വാസവും യാഥാർത്ഥ്യവും ഒരു അപഗ്രഥനമായി എടുക്കുകയാണ്. എന്തിനും ഏതിനും നിമിത്തവും ജ്യോതിഷവും ഒക്കെ നോക്കുന്ന സമൂഹത്തിൽ അതിൻ്റെ പ്രാധാന്യം എന്താണ്, അതിൻ്റെ വിശ്വാസ്യത എന്താണ്, അതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്നതിനെക്കുറിച്ചുള്ള ഒരു അപഗ്രഥനം ഈ വീഡിയോയിലൂടെ മുന്നോട്ട് വയ്ക്കുകയാണ്. ജ്യോതിഷം അഥവാ ജ്യോതിശാസ്ത്രം ഭാരതീയ സംസ്കാരത്തിലും സാമൂഹിക ജീവിതത്തിലും ആഴത്തിൽ വേരൂന്നിയ ഒരു വിശ്വാസ സംഹിതയാണ്. ഒരു വ്യക്തിയുടെ ജനനം മുതൽ വിവാഹം, തൊഴിൽ, ആരോഗ്യം തുടങ്ങിയ ജീവിതത്തിൽ നിർണായക ഘട്ടങ്ങളെല്ലാം സ്വാധീനിക്കാൻ കഴിവുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന ഈ ജ്ഞാനശാഖ പ്രപഞ്ചത്തിലെ ഗ്രഹങ്ങളുടെയും നക്ഷത്രങ്ങളുടെയും സ്ഥാനങ്ങളെ മനുഷ്യന്റെ ഭാവിയുമായി ബന്ധിപ്പിക്കുന്നു. പ്രധാനമായും ഹിന്ദു സമൂഹത്തിൽ നാൾ, നക്ഷത്രഫലം, ജാതകം, ജാതകപ്പൊരുത്തം എന്നിവ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാണ്. എന്നാൽ ആധുനിക കാലഘട്ടത്തിൽ ശാസ്ത്രീയ യുക്തിയുടെയും വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെയും വെളിച്ചത്തിൽ ജ്യോതിഷത്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങളും പ്രസക്തിയും വലിയ സംവാദങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്നു. യഥാർത്ഥ ജനനസമയം ബീജസങ്കലനമാണോ അതോ ഭൗതികമായ പിറവിയാണോ? വിവാഹബന്ധങ്ങളെ നിർണ്ണയിക്കുന്നതിൽ നക്ഷത്ര പൊരുത്തത്തിന് എത്രത്തോളം സ്ഥാനമുണ്ട്? മറ്റ് ജീവജാലങ്ങൾക്കൊന്നും ആവശ്യമല്ലാത്ത ഈ പ്രവചന രീതി മനുഷ്യനെന്തിന്? ഈ ചോദ്യങ്ങളാണ് ഇന്നത്തെ സംവാദത്തിൽ മുന്നോട്ട് വയ്ക്കുന്നത്. ഈ വീഡിയോ ജ്യോതിഷത്തിന്റെ ആന്തരിക യുക്തി, ശാസ്ത്രീയ വിമർശനങ്ങൾ, അതിൻ്റെ നിലനിൽപ്പിന് പിന്നിലെ സാമൂഹികവും മനഃശാസ്ത്രപരവുമായ കാരണങ്ങൾ എന്നിവ ആഴത്തിൽ അപഗ്രഥിക്കുകയാണ് ചെയ്യുന്നത്. ജ്യോതിഷത്തിലെ ഏതൊരു പ്രവചനത്തിൻ്റെയും ഗണത്തിൻ്റെയും അടിസ്ഥാനം ഒരു വ്യക്തിയുടെ ജനന സമയവുമാണ്. ഈ സമയത്തെ ആസ്പദമാക്കിയാണ് ഗ്രഹനില തയ്യാറാക്കുന്നതും ഭാവി പ്രവചിക്കുന്നതും. എന്നാൽ ഏതാണ് യഥാർത്ഥ ജനനസമയം എന്ന ചോദ്യം ജ്യോതിഷത്തിന്റെ അടിത്തറ തന്നെ ഇളക്കുന്ന ഒന്നാണ്. ഈ വിഷയത്തിലെ അവ്യക്തത, കൃത്യത അവകാശപ്പെടുന്ന ഒരു ശാസ്ത്രത്തിന്റെ സാധുതയെക്കുറിച്ച് ഗൗരവമായ സംശയങ്ങൾ ഉയർത്തുകയാണ് ചെയ്യുന്നത്. ഒരു ജീവന്റെ തുടക്കം ബീജസങ്കലനം അഥവാ ഗർഭധാരണം നടക്കുന്ന നിമിഷത്തിലാണെന്ന് ഒരു ജീവശാസ്ത്രപരമായ യാഥാർത്ഥ്യമാണ്. ഈ കാഴ്ചപ്പാടിൽ ഒരു വ്യക്തിയുടെ കർമ്മബന്ധങ്ങളും ഭാവിയും രൂപം കൊള്ളുന്നതിൻ്റെ യഥാർത്ഥ ആരംഭം ഈ നിമിഷമാണ്. എന്നാൽ ജ്യോതിഷം പൊതുവെ ആശ്രയിക്കുന്നത് കുഞ്ഞ് ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്ന് ഈ ലോകത്തിൽ ആദ്യമായി ശ്വാസമെടുക്കുന്ന, ഭൗതികമായി നിരീക്ഷിക്കാനും രേഖപ്പെടുത്താനും കഴിയുന്ന സമയത്തെയാണ്. ഇത് ഒരു ജീവശാസ്ത്രപരമായ തുടക്കവും സാമൂഹികവും നിയമപരവുമായ തുടക്കവും തമ്മിലുള്ള ഒരു അടിസ്ഥാനപരമായ വൈരുദ്ധ്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു. ഏത് സമയത്തെ ഗ്രഹനിലയാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തെ യഥാർത്ഥത്തിൽ സ്വാധീനിക്കേണ്ടത് എന്ന ചോദ്യം ഇവിടെ പ്രസക്തമാകുന്നു. ഈ വൈരുദ്ധ്യം ആധുനിക കാലത്തെ ഒരു സംശയം മാത്രമല്ല, മറിച്ച് ജ്യോതിഷത്തിന്റെ ക്ലാസിക് ഗ്രന്ഥങ്ങളിൽ പോലും ചർച്ച ചെയ്യപ്പെട്ട ഒന്നാണ്. സത്യചാര്യനെ പോലുള്ള ആചാര്യന്മാർ സത്യജാതകം എന്ന ഗ്രന്ഥത്തിൽ 3 തരം ജന്മനിമിഷങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. ആധാന ലഗ്നം, അതായത് ഗർഭധാരണ സമയം; ശിരോദർശന ലഗ്നം, അതായത് കുഞ്ഞിന്റെ തല പുറത്തേക്ക് കാണുന്ന സമയം; ഭൂപതന ലഗ്നം, കുഞ്ഞിന്റെ ശരീരം ഭൂമിയിൽ സ്പർശിക്കുന്ന സമയം. എന്താണ് ആധാന ലഗ്നം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഗർഭധാരണ ലഗ്നം എന്ന് പറയുന്നത്? ചില ജ്യോതിഷ ഗ്രന്ഥങ്ങൾ പ്രകാരം ഏറ്റവും പ്രധാനപ്പെട്ടതും ഒരു വ്യക്തിയുടെ അടിസ്ഥാന സ്വഭാവത്തെയും ഗർഭാവസ്ഥയിലുള്ള അമ്മയുടെ ആരോഗ്യത്തെയും നിർണ്ണയിക്കുന്നതും ആധാന ലഗ്നമാണ്. ആധാനം എന്ന വാക്കിന് നിക്ഷേപിക്കൽ അല്ലെങ്കിൽ അഗ്നി ജ്വലിപ്പിക്കൽ എന്നൊക്കെയാണ് അർത്ഥം. ഇത് ജീവന്റെ തുടക്കത്തെ പ്രതീകാത്മകമായി സൂചിപ്പിക്കുന്നു. പുരാതന കാലത്ത് രാജകുടുംബങ്ങൾ അനുകൂലമായ ഭാവിയുള്ള സന്താനങ്ങൾക്കായി ഗർഭധാരണത്തിന് ഉത്തമമായ സമയം തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിച്ചിരുന്നു എന്ന വാദവും നിലവിലുണ്ട്. ഭൂദാന ലഗ്നം അല്ലെങ്കിൽ ജനന ലഗ്നം എന്ന് പറയുന്നത് പ്രായോഗിക തലത്തിൽ ഏറ്റവും വ്യാപകമായി ഉപയോഗിക്കുന്ന ഒന്നാണ്.
കുഞ്ഞിന്റെ ശരീരം പൂർണ്ണമായും അമ്മയുടെ ശരീരത്തിൽ നിന്ന് വേർപെട്ട് ഭൂമിയിൽ സ്പർശിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ ആധുനിക സങ്കല്പമായ പുറം ലോകവുമായി ബന്ധപ്പെടുന്ന നിമിഷമാണിത്. മുൻകാലങ്ങളിൽ സ്ത്രീകൾ ഇരുന്നു കൊണ്ട് പ്രസവിക്കുന്ന രീതി ഉണ്ടായിരുന്നതിനാൽ ഭൂപതനം എന്ന വാക്കിന് അക്ഷരാർത്ഥത്തിലുള്ള പ്രസക്തിയുണ്ടായിരുന്നു. ഗർഭധാരണ സമയം പോലെ രഹസ്യാത്മകമല്ലാത്തതും കൃത്യമായി രേഖപ്പെടുത്താൻ സാധിക്കാത്തതുമായത് കൊണ്ടാണ് ഈ രീതിക്ക് പ്രചാരം ലഭിച്ചത്. ആധാന ലഗ്നത്തിന്റെ ഏറ്റവും വലിയ വെല്ലുവിളി അത് കൃത്യമായി നിർണ്ണയിക്കാൻ സാധ്യമല്ല എന്നതാണ്. ലൈംഗിക ബന്ധം കഴിഞ്ഞ് മണിക്കൂറുകൾക്കോ ദിവസങ്ങൾക്കോ ശേഷമാകാം ബീജസങ്കലനം സംഭവിക്കുന്നത്. ഈ പ്രായോഗിക ബുദ്ധിമുട്ട് മറികടക്കാൻ വേദ ജ്യോതിഷ ജനന ചാർട്ടിൽ നിന്ന് പിറകോട്ട് കണക്ക് കൂട്ടി ഗർഭധാരണ സമയം കണ്ടെത്താനുള്ള അതിസങ്കീർണമായ രീതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ജനന തീയതിയിൽ നിന്ന് 273 ദിവസം പിന്നോട്ട് എണ്ണുക, ലഗ്നാധിപതിന്റെ സ്ഥാനം വിശകലനം ചെയ്യുക, ചന്ദ്രൻ, ശനി, ഗുളികൻ എന്നിവയുടെ സ്ഥാനങ്ങൾ ഉപയോഗിക്കുക തുടങ്ങിയ ഗൂഢമായ രീതികൾ ഇതിൽ ഉൾപ്പെടുന്നു. ഈ രീതികളുടെ സങ്കീർണതയും അവയുടെ സാർവത്രികമല്ലാത്ത ഉപയോഗവും ഗർഭധാരണ ചാർട്ടിന്റെ ഊഹാപരമായ സ്വഭാവത്തിന് അടിവരയിടുന്നു. സിസേറിയൻ വഴിയുള്ള പ്രസവങ്ങളും മരുന്നുപയോഗിച്ച് പ്രസവം നേരത്തെയാക്കുന്നതും സ്വാഭാവിക ജനനസമയം എന്ന ആശയത്തെ കൂടുതൽ സങ്കീർണമാക്കുന്നു. ഇത് വിധിക്ക് മുകളിൽ മനുഷ്യന്റെ തിരഞ്ഞെടുപ്പ് വരുന്നതിന്റെ പ്രശ്നങ്ങൾ ഉയർത്തുന്നു. ചില പഠനങ്ങൾ പ്രകാരം പ്രേരിത പ്രസവങ്ങളിൽ ജ്യോതിഷത്തിലെ ചില സ്വാധീനങ്ങൾ അപ്രത്യക്ഷമാകുന്നതായി കണ്ടിട്ടുണ്ട്. ഇത് ജനന നിമിഷത്തിന്റെ സ്വാഭാവികത വിശ്വാസികൾക്ക് പ്രധാനമാണെന്ന് സൂചിപ്പിക്കുന്നു. ജ്യോതിഷത്തിന്റെ അടിസ്ഥാന ശിലയായ ജനനസമയം എന്ന സങ്കല്പം തന്നെ ഒരു സംവാദ വിഷയമാണെന്ന് ഇതിൽ നിന്നും വ്യക്തമാണ്. ഒരു വശത്ത് കൃത്യമായി അറിയാൻ കഴിയാത്തതും എന്നാൽ കൂടുതൽ അടിസ്ഥാനപരമെന്ന് കരുതുന്നതുമായ ഗർഭധാരണ സമയം, മറുവശത്ത് പ്രായോഗികവും എന്നാൽ ഒരുപക്ഷെ ഉപരിപ്ലവവുമായ ഭൗതിക ജനന സമയം. ഈ അവ്യക്തതയെ പരിഹരിക്കുന്നതിന് പകരം കൂടുതൽ സങ്കീർണവും നിഗൂഢവുമായ കണക്കുകൂട്ടലുകൾ അവതരിപ്പിച്ചുകൊണ്ട് ജ്യോതിഷം ഈ പ്രശ്നത്തെ മറികടക്കാൻ ശ്രമിക്കുന്നു. ഇത് അടിസ്ഥാനപരമായ ദൗർബല്യത്തെ ഒരു സാധാരണക്കാരനെ മനസ്സിലാക്കാൻ പ്രയാസമുള്ള ഗൂഢജ്ഞാനമാക്കി മാറ്റുന്നു. അങ്ങനെ ജ്യോതിഷിയുടെ വൈദഗ്ധ്യവും അധികാരവും അരക്കുട്ടുറപ്പിക്കുന്നു. ജീവിതത്തിലെ കൃത്യമായ പ്രവചനങ്ങൾ എന്ന് അവകാശപ്പെടുന്ന ഒരു സംവിധാനം പടുത്തുയർത്തിയിരിക്കുന്നത് അതിൻ്റെ വക്താക്കൾക്ക് പോലും തർക്കമുള്ള അനിശ്ചിതമായ ഒരു അടിത്തറയിലാണെന്ന യാഥാർത്ഥ്യം അതിൽ നിന്ന് ഉരുത്തിരിയുന്ന എല്ലാ പ്രവചനങ്ങളുടെയും ഉറപ്പിനെ യുക്തിസഹമായി ചോദ്യം ചെയ്യുന്നു. വിവാഹം എന്നത് രണ്ട് വ്യക്തികളുടെയും കുടുംബങ്ങളുടെയും ജീവിതത്തിലെ ഒരു നിർണായക നാഴികക്കല്ലാണ്. അതായത് വിവാഹത്തിലെ വഴികാട്ടിയോ വിലങ്ങുതടിയോ ജാതകപ്പൊരുത്തത്തിന്റെ സൂക്ഷ്മ പരിശോധന നോക്കുമ്പോൾ മനസ്സിലാകുന്ന കാര്യങ്ങളാണ്. വിവാഹം നീണ്ടുപോവുക അല്ലെങ്കിൽ ജാതകത്തിന്റെ പ്രശ്നങ്ങൾ വിവാഹത്തിന് വിലങ്ങുതടിയായി നിൽക്കുക, ഈ പ്രശ്നങ്ങളെല്ലാം ഒന്ന് അപഗ്രഥിക്കുമ്പോഴാണ് ഈ പറയുന്ന കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാകുന്നത്. അതായത് ഹിന്ദുക്കൾക്കിടയിലാണ് പ്രത്യേകിച്ചും ഇത് സംഭവിക്കുന്നത്. ജാതകപ്പൊരുത്തം ഒരു ഒഴിച്ചുകൂടാവാനാവാത്ത ആചാരമായി കണക്കാക്കപ്പെടുന്നു. 7 ജന്മങ്ങൾ നീണ്ടു നിൽക്കുമെന്നാണ് വിശ്വസിക്കപ്പെടുന്ന ഈ പവിത്രമായ ബന്ധത്തിന് നക്ഷത്രങ്ങളുടെയും ഗ്രഹങ്ങളുടെയും അനുഗ്രഹം അനിവാര്യമാണെന്ന കാഴ്ചപ്പാടിലാണ് ഇതിന്റെ അടിസ്ഥാനം. എന്നാൽ ഈ പ്രക്രിയ യഥാർത്ഥത്തിൽ ദാമ്പത്യ വിജയത്തിന് വഴികാട്ടുകയാണോ അതോ പലപ്പോഴും സ്വാഭാവികമായ ഇഷ്ടങ്ങളെയും ബന്ധങ്ങളെയും തടസ്സപ്പെടുത്തുന്ന ഒരു വിലങ്ങുതടിയായി മാറുന്നുണ്ടോ എന്നത് ഗൗരവമായി പരിശോധിക്കേണ്ടതാണ്. ജാതകപ്പൊരുത്തം അഥവാ നക്ഷത്രപ്പൊരുത്തം എന്നത് വധൂവരന്മാരുടെ ജനന സമയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജാതകങ്ങൾ തമ്മിലുള്ള താരതമ്യം ചെയ്ത് അവരുടെ ദാമ്പത്യ ജീവിതത്തിലെ അവരുടെ ദാമ്പത്യ ജീവിതത്തിലെ അനുയോജ്യത വിലയിരുത്തുന്ന പ്രക്രിയയാണ്. ഗ്രഹങ്ങളുടെയും നക്ഷത്രങ്ങളുടെയും സ്ഥാനം അനുകൂലമാണെങ്കിൽ ദാമ്പത്യ ജീവിതം കൂടുതൽ സന്തുലിതവും സമാധാനപരവുമാകുമെന്നാണ് വിശ്വാസം. ഈ വിശകലനത്തിനായി വധൂവരന്മാരുടെ ജനനത്തീയതി, സമയം, സ്ഥലം എന്നിവ കൃത്യമായി ആവശ്യമാണ്. ദക്ഷിണേന്ത്യയിൽ പ്രത്യേകിച്ച് കേരളത്തിൽ 10 പ്രധാന പൊരുത്തങ്ങൾ
ദശപ്പൊരുത്തങ്ങൾ പരിശോധിച്ചാണ് അനുയോജ്യമായ ജാതകം നിർണയിക്കുന്നത്. ഇതിന് അഷ്ടകൂട മിലൻ എന്നും പറയാറുണ്ട്. ഓരോ പൊരുത്തത്തിനും നിശ്ചിത ഗുണങ്ങൾ നൽകി മൊത്തം 36 ഗുണങ്ങളിൽ 18 കൂടുതൽ ലഭിക്കുകയാണെങ്കിൽ ആ ബന്ധം വിവാഹത്തിന് യോജിച്ചതാണെന്ന് കണക്കാക്കപ്പെടുന്നു. ഓരോ പൊരുത്തവും ദാമ്പത്യത്തിന്റെ വ്യത്യസ്ത തലങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നത്. പൊരുത്ത പരിശോധന ദശപ്പൊരുത്തങ്ങളിൽ മാത്രം ഒതുങ്ങുന്നില്ല. ജാതകത്തിലെ ചൊവ്വാദോഷം അല്ലെങ്കിൽ കുജദോഷം, പാപസാമ്യം, 2 ജാതകങ്ങളിലെയും പാപഗ്രഹങ്ങളുടെ സ്വാധീനം തുലനം ചെയ്യൽ, ദശാസന്ധി, വധൂവരന്മാരുടെ ദശാകാലങ്ങളിൽ തമ്മിൽ സംഘർഷങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത തുടങ്ങിയ നിരവധി ഘടകങ്ങൾ കൂടി പരിഗണിക്കപ്പെടുന്നു. ഇത് പൊരുത്ത നിർണയ പ്രക്രിയയിൽ കൂടുതൽ സങ്കീർണമാക്കുകയും ആ ബന്ധം നിരസിക്കപ്പെടാനുള്ള കാരണങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഈ കാര്യങ്ങളിൽ ഒരുപാട് വിമർശനങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. ചില പ്രായോഗിക തലത്തിലെ വിമർശനങ്ങളാണ് ഇനി പറയുന്നത്. രീതിശാസ്ത്രത്തിലെ പൊരുത്തക്കേടുകൾ ആണ് പ്രധാനം. ജാതകപ്പൊരുത്തം ഒരു ശാസ്ത്രീയ പ്രക്രിയയാണെന്ന് അവകാശപ്പെടുമ്പോഴും പ്രായോഗിക തലത്തിൽ വലിയ പൊരുത്തക്കേടുകൾ കാണാം. ഒരേ വധൂവരന്മാരുടെ ജാതകം പരിശോധിക്കുന്ന വ്യത്യസ്ത ജ്യോതിഷികൾ പലപ്പോഴും വിപരീതമായ ഫലങ്ങൾ നൽകുന്നത് സാധാരണമാണ്. ഒരാൾക്ക് 27 ഗുണങ്ങളോടെ ഉത്തമമെന്ന് തോന്നുന്ന ബന്ധം മറ്റൊരാൾക്ക് 19 ഗുണങ്ങളോടെ അധമമായി തോന്നാം. ഇത് രീതിശാസ്ത്രത്തിൽ ഒരു ഏകീകൃത സ്വഭാവമില്ലെന്നും വ്യക്തിപരമായ വ്യാഖ്യാനങ്ങൾക്ക് വലിയ സ്ഥാനമുണ്ടെന്നും വ്യക്തമാക്കുന്നു. മറ്റ് വിവാഹമോചനങ്ങളുടെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ജാതകം നോക്കി നടത്തിയ വിവാഹങ്ങൾ പരാജയപ്പെടുന്നില്ലേ എന്ന ചോദ്യം പ്രസക്തമാണ്. ഹിന്ദു സമൂഹത്തിലെ വിവാഹമോചനങ്ങളെ കണക്കെടുത്താൽ അതിൽ ബഹുഭൂരിപക്ഷവും ജാതകപ്പൊരുത്തം നോക്കി നടത്തിയ വിവാഹങ്ങളായിരിക്കാമെന്ന് വാദമുണ്ട്. ഇത് ജാതകപ്പൊരുത്തത്തിന്റെ കാര്യക്ഷമതയെയും പ്രവചനശേഷിയെയും സംശയത്തിന്റെ നിഴലിലാക്കുന്നു. പൊരുത്തം നോക്കി വിവാഹം കഴിച്ച് 5-ാം വർഷം ഭാര്യ മരിച്ച വ്യക്തിയുടെ അനുഭവം പോലുള്ളവ, ആയുസ് പോലുള്ളവ അടിസ്ഥാനപരമായ കാര്യങ്ങൾ പ്രവചിക്കുന്നതിൽ പോലും ഈ സംവിധാനം പരാജയപ്പെടുന്നതു എന്നതിന്റെ സൂചനയാണ്. വിമർശനപരമായ മറ്റൊന്നാണ് പ്രകൃതിയും അതിന്റെ സംസ്കാരവും. ഇണചേരൽ സമയമാകുമ്പോൾ മറ്റു ജീവികൾ ജ്യോതിഷം നോക്കുന്നില്ലല്ലോ എന്ന ഒരു ചോദ്യം ചോദിച്ചേക്കാം. ഈ ആചാരത്തിന്റെ കാതലിനെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു ചിന്താപരമായ വിമർശനമാണ് ഇത്. പ്രകൃതിയിൽ സഹജമായ വാസനകളും ആകർഷണതകളും കൊണ്ട് ഇണചേരുകയും പരസ്പരം വംശം നിലനിർത്തുകയും ചെയ്യുന്ന ജീവജാലങ്ങളുടെ സ്വാഭാവികതയെ മനുഷ്യനിർമ്മിച്ച സങ്കീർണവും പലപ്പോഴും തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നതുമായ സാംസ്കാരിക നിയമങ്ങളുമായി ഇത് താരതമ്യം ചെയ്യുന്നു. ജാതകപ്പൊരുത്തം യഥാർത്ഥത്തിൽ യോജിപ്പ് ഉറപ്പാക്കാനുള്ള ഒരു ഉപാധിയാണോ, അതോ മനുഷ്യന്റെ സ്വാഭാവികമായ ഇഷ്ടങ്ങളെയും വൈകാരികമായ ബന്ധങ്ങളെയും മറികടക്കുന്ന ഒരു സാംസ്കാരിക തടസ്സമാണോ എന്ന മർമ്മപ്രധാനമായ ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. ജാതകപ്പൊരുത്തത്തിന്റെ പ്രഖ്യാപിത ലക്ഷ്യം ഒരു ദീർഘവും സന്തുഷ്ടവുമായ ദാമ്പത്യം പ്രവചിക്കുകയും ഉറപ്പുവരുത്തുകയുമാണ്. എന്നാൽ പ്രായോഗിക തലത്തിൽ അതിന്റെ ഫലങ്ങൾ പലപ്പോഴും വിശ്വസനീയമല്ലാത്തതും പൊരുത്തക്കേടുകൾ നിറഞ്ഞതുമാണ്. എന്നിട്ടും ഈ ആചാരം സമൂഹത്തിൽ ശക്തമായി നിലനിൽക്കുന്നു. ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ജാതകപ്പൊരുത്തത്തിന്റെ യഥാർത്ഥ ധർമ്മം പ്രവചനത്തെക്കാൾ ഉപരി സാമൂഹികവും മനഃശാസ്ത്രപരവുമാണ് എന്നതാണ്. ഉറച്ച തീരുമാനങ്ങളില്ലാത്ത വിവാഹങ്ങളിൽ, അതായത് അറേഞ്ച്ഡ് വിവാഹങ്ങളിൽ ഒരു വലിയ തീരുമാനമെടുക്കുന്നതിന്റെ ഉത്കണ്ഠ ലഘൂകരിക്കാൻ കുടുംബങ്ങൾക്ക് ഇത് ഒരു ഉപാധിയായി മാറുന്നു. ബന്ധത്തിന്റെ വിജയത്തിന്റെ ഉത്തരവാദിത്വം വ്യക്തികളിൽ നിന്നും കുടുംബങ്ങളിൽ നിന്നും പ്രപഞ്ചത്തിലേക്ക് അഥവാ വിധിയിലേക്ക് മാറ്റിവെക്കാൻ ഇത് സഹായിക്കുന്നു. ഒരു വിവാഹാലോചന നിരസിക്കാൻ വ്യക്തിപരമല്ലാത്ത ദൈവികമായ ഒരു കാരണം നൽകുന്നതിലൂടെ സങ്കീർണമായ സാമൂഹിക ബന്ധങ്ങൾക്കിടയിൽ ഒരു രക്ഷാ കവചമായും ഇത് പ്രവർത്തിക്കുന്നു. അതിനാൽ ജാതകപ്പൊരുത്തത്തിന്റെ നിലനിൽപ്പിന് അതിന്റെ കൃത്യതയെ ആശ്രയിച്ചല്ല, മറിച്ച് ഒരു സാമൂഹിക ഉപാധി എന്ന നിലയിലും ഒരു മാനസിക ആശ്വാസം എന്ന നിലയിലുമുള്ള അതിന്റെ പ്രയോജനത്തെ ആശ്രയിച്ചാണ്. ഇത് ഫലങ്ങളെക്കാൾ അനുഷ്ഠാനത്തിന് പ്രാധാന്യം നൽകുന്ന ഒരു ആചാരമായി മാറിയിരിക്കുന്നു. ഈ ശാസ്ത്രം അല്ലെങ്കിൽ ഈ ജ്യോതിഷം എന്ന ഒരു ശാസ്ത്രത്തിന്റെ കണ്ണിലൂടെ നോക്കിയാൽ ഇതൊരു വ്യാജ ശാസ്ത്രമാണോ എന്ന ഒരു സംശയം ഉണ്ടാകാം. ജ്യോതിഷം അതിന്റെ ആന്തരിക യുക്തിയിലും പ്രയോഗത്തിലും നിരവധി ചോദ്യങ്ങൾ
നേരിടുന്നുണ്ടെങ്കിലും ഏറ്റവും ശക്തമായ വിമർശനം വരുന്നത് ശാസ്ത്ര സമൂഹത്തിൽ നിന്നാണ്. ശാസ്ത്രീയമായ രീതിശാസ്ത്രത്തിന്റെ മാനദണ്ഡങ്ങൾ ഉപയോഗിച്ച് പരിശോധിക്കുമ്പോൾ ജ്യോതിഷം ഒരു കപടശാസ്ത്രം ആണെന്ന് ഭൂരിഭാഗം ശാസ്ത്രജ്ഞരും കരുതുന്നു. ഈ നിഗമനത്തിലേക്ക് നയിക്കുന്ന കാരണങ്ങൾ പലതാണ്. ഒരു സിദ്ധാന്തം ശാസ്ത്രീയമാണോ എന്ന് നിർണ്ണയിക്കുന്നതിന് ചില അടിസ്ഥാന മാനദണ്ഡങ്ങളുണ്ട്. പരീക്ഷിച്ചു നോക്കാൻ കഴിയുന്ന ആശയങ്ങൾ, തെറ്റാണെന്ന് തെളിയിക്കാൻ സാധ്യതയുള്ള പ്രവചനങ്ങൾ, തെളിവുകളെ ആശ്രയിച്ചുള്ള നിഗമനങ്ങൾ, പുതിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സ്വയം തിരുത്താനുള്ള കഴിവ് എന്നിവയാണ് ശാസ്ത്രത്തിന്റെ മുഖമുദ്രകൾ. ജ്യോതിഷം ഈ മാനദണ്ഡങ്ങൾക്കെതിരെ വിലയിരുത്തപ്പെടുമ്പോൾ പലയിടത്തും പരാജയപ്പെടുന്നു. ഇത് പ്രകൃതിയെക്കുറിച്ച് വിശദീകരിക്കാൻ ശ്രമിക്കുകയും പരീക്ഷിക്കാവുന്ന ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും നിർണായകമായ കാര്യങ്ങളിൽ പരാജയപ്പെടുന്നു. വിപരീതമായ തെളിവുകൾ ലഭിക്കുമ്പോൾ ജ്യോതിഷം അതിൻ്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങളെ മാറ്റുകയോ തിരുത്തുകയോ ചെയ്യുന്നില്ല. കൂടാതെ ശാസ്ത്ര സമൂഹത്തിലേതുപോലുള്ള കർശനമായ പഠനങ്ങളോ പരസ്പരമുള്ള വിമർശനാത്മക വിലയിരുത്തലുകളോ ജ്യോതിഷ രംഗത്ത് നടക്കുന്നില്ല. കാൾ പോപ്പർ, തോമസ് കൂപ്പ്, പോൾ തൊഗാർഡ് തുടങ്ങിയ ശാസ്ത്ര ദാർശനിക വിദഗ്ധന്മാർ ഈ കാരണങ്ങൾ കൊണ്ടാണ് ജ്യോതിഷത്തെ ഒരു കപടശാസ്ത്രമായി തരംതിരിക്കുന്നത്. ജ്യോതിഷത്തിന്റെ അവകാശവാദങ്ങളെ ശാസ്ത്രീയമായി പരിശോധിക്കാൻ നിരവധി പഠനങ്ങൾ നടന്നിട്ടുണ്ട്. അവയിൽ മിക്കതും ജ്യോതിഷത്തിന് അനുകൂലമായ തെളിവുകൾ കണ്ടെത്തുന്നതിൽ പരാജയപ്പെട്ടു. കാൾസൺ പഠനം അതിൽ പ്രധാനപ്പെട്ടതാണ്. ഭൗതിക ശാസ്ത്രജ്ഞനായ ഷോൺ കാൾസൺ നടത്തിയ ഈ സുപ്രധാനമായ പഠനം നേച്ചർ എന്ന പ്രശസ്ത ശാസ്ത്ര ജേണലിൽ പ്രസിദ്ധീകരിച്ചിരുന്നു. ഈ ഡബിൾ ബ്ലൈൻഡ് പരീക്ഷണത്തിൽ ജ്യോതിഷികൾക്ക് വ്യക്തികളുടെ ജനന ചാർട്ടുകളും അവരുടെ വ്യക്തിത്വ വിവരണങ്ങളും നൽകി. ഇവ ശരിയായി ജോഡി ചേർക്കുന്നതായിരുന്നു ആവശ്യം. എന്നാൽ ജ്യോതിഷികളുടെ പ്രകടനം യാദൃശ്ചികമായി ഊഹിക്കുന്നതിനേക്കാൾ ഒട്ടും മെച്ചപ്പെട്ടതായിരുന്നില്ല. അടുത്ത കാലത്തായി ചില പഠനങ്ങൾ നടന്നിട്ടുണ്ട്. കാൾസന്റെ പഠനത്തിന് സമാനമായ രീതിയിൽ 152 ജ്യോതിഷികളെ ഉൾപ്പെടുത്തി അടുത്തിടെ നടന്ന ഒരു പഠനവും ഇതേ നിഗമനത്തിലാണ് എത്തിയത്. ജാതകവും വ്യക്തിത്വവും തമ്മിൽ ബന്ധിപ്പിക്കുന്നതിൽ അവർ പരാജയപ്പെട്ടു. മാത്രമല്ല, ഒരേ ജാതകത്തിന് വ്യത്യസ്ത ജ്യോതിഷികൾ നൽകിയ വ്യാഖ്യാനങ്ങൾ തമ്മിൽ കാര്യമായ യോജിപ്പില്ലായിരുന്നു എന്നും ഈ പഠനം കണ്ടെത്തി. ഇത് ജ്യോതിഷ വ്യാഖ്യാനങ്ങളുടെ സ്ഥിരതയില്ലായ്മയെ തുറന്നു കാട്ടുന്നു. ബൃഹത്തായ പരസ്പര ബന്ധ പഠനങ്ങൾ നടന്നിട്ടുണ്ട്. കോറിലേഷൻ സ്റ്റഡീസ് ഒക്കെ നടന്നിട്ടുണ്ട്. 15,000-ഓളം ആളുകളുടെ വ്യക്തിത്വ ബുദ്ധിശക്തി പരീക്ഷണ ഫലങ്ങളും അവരുടെ ജനനത്തീയതിയും തമ്മിലുള്ള താരതമ്യം ചെയ്ത മറ്റൊരു പഠനത്തിൽ ഇവ തമ്മിൽ യാതൊരു ബന്ധവുമില്ലെന്ന് കണ്ടെത്തുകയുണ്ടായി. അടിസ്ഥാനപരമായ ശാസ്ത്രീയപരമായ എതിർപ്പുകൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് ഈ മേഖലയിൽ. അതിൽ പ്രധാനമാണ് ഭൗതികമായ പ്രവർത്തന രീതിയുടെ അഭാവം. വിദൂര ഗ്രഹങ്ങൾക്കും നക്ഷത്രങ്ങൾക്കും ഒരു വ്യക്തിയുടെ ജീവിതത്തെയും സ്വഭാവത്തെയും നിർണായകമായി സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു ഭൗതിക ശക്തിയെക്കുറിച്ചും ശാസ്ത്രത്തിന് അറിവില്ല. ഗുരുത്വാകർഷണമോ വൈദ്യുത കാന്തിക തരംഗങ്ങളോ പോലുള്ള അറിയപ്പെടുന്ന ശക്തികൾ ഭൂമിയിലെ സമീപത്തുള്ള വസ്തുക്കൾ ചെലുത്തുന്ന സ്വാധീനവുമായി താരതമ്യം ചെയ്യുമ്പോൾ അനന്ത മടങ്ങ് ചെറുതാണ്. മറ്റൊന്നാണ് പുരസ്കരണം, പ്രഷർ ഓഫ് ദി ഇക്വിനോക്സ്. ഭൂമിയുടെ അച്ചുതണ്ടിന്റെ ചെറിയൊരു ആട്ടം കാരണം ആയിരക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് രാശിചക്രത്തിലെ നക്ഷത്രഗണങ്ങളുടെ സ്ഥാനം മാറുന്നുണ്ട്. പാശ്ചാത്യ ജ്യോതിഷം ഉപയോഗിക്കുന്ന ടോപ്പിക്കൽ രാശിചക്രം ഈ മാറ്റം പരിഗണിക്കാത്തതിനാൽ ഇന്ന് ഒരു വ്യക്തി മേടൻ രാശിയിൽ ജനിച്ചു എന്ന് പറയുമ്പോൾ സൂര്യൻ യഥാർത്ഥത്തിൽ മീനം നക്ഷത്ര ഗണത്തിലായിരിക്കും നിൽക്കുന്നത്. ഇത് പാശ്ചാത്യ ജ്യോതിഷത്തിന്റെ അടിത്തറയെ തന്നെ ചോദ്യം ചെയ്യുന്നു. ഭാരതീയ ജ്യോതിഷം ഈ മാറ്റം അയനാംശം എന്ന പേരിൽ പരിഗണിക്കുകയും നക്ഷത്രങ്ങളുടെ യഥാർത്ഥ സ്ഥാനത്തെ അടിസ്ഥാനമാക്കുകയും ചെയ്യുന്നതുകൊണ്ട് കൂടുതൽ ജ്യോതിശാസ്ത്രപരമായ കൃത്യത പുലർത്തുന്നുണ്ട്. എന്നാൽ നക്ഷത്രങ്ങൾക്ക് സ്വാധീനമുണ്ടെന്ന അടിസ്ഥാന വാദത്തിന് തെളിവില്ലാത്തത് കൊണ്ട് ഈ കൃത്യത കൊണ്ട് മാത്രം ജ്യോതിഷം ശാസ്ത്രീയമാകുന്നില്ല. പല ജ്യോതിഷികളും കുംഭയുഗത്തെക്കുറിച്ച് സംസാരിക്കുന്നത് പുരസ്കരണത്തെ അടിസ്ഥാനമാക്കിയാണ്. ഇത് അവരുടെ തന്നെ
രാശി ചക്ര സങ്കല്പങ്ങളുമായി വൈരുദ്ധ്യമുണ്ടാക്കുന്നു. ശാസ്ത്രീയമായ വിമർശനങ്ങളോടുള്ള ജ്യോതിഷ സമൂഹത്തിന്റെ പ്രതികരണം ഒരു കപടശാസ്ത്രത്തിന്റെ സാധാരണ സ്വഭാവം കാണിക്കുന്നു. ശാസ്ത്രീയ പഠനങ്ങൾ ജ്യോതിഷത്തിന്റെ പ്രവചനങ്ങളെ തെറ്റാണെന്ന് തെളിയിച്ചപ്പോൾ അതിൻ്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ പുനഃപരിശോധിക്കുന്നതിന് പകരം പ്രതിരോധപരമായ വാദങ്ങളാണ് ഉയരുന്നത്. ജ്യോതിഷിക്ക് വൈദഗ്ധ്യമില്ലായിരുന്നു, ജ്യോതിഷം ഒരു കലയാണ്, ശാസ്ത്രമല്ല, അല്ലെങ്കിൽ അളക്കാൻ കഴിയുന്ന ഫലങ്ങൾ നൽകുന്നില്ലെങ്കിലും അത് പ്രവർത്തിക്കുന്നു തുടങ്ങിയ വാദങ്ങൾ ഇതിന് ഉദാഹരണമാണ്. കൃത്യവും പരീക്ഷിക്കാവുന്നതുമായ അവകാശവാദങ്ങളിൽ നിന്ന് വ്യാഖ്യാനിക്കാൻ കഴിയുന്നതും തെറ്റാണെന്ന് തെളിയിക്കാൻ പ്രയാസമുള്ളതുമായ പ്രസ്താവനകളിലേക്ക് അവർ പിൻവാങ്ങുന്നു. അങ്ങനെ ഒരു ശാസ്ത്രം എന്ന നിലയിൽ നിന്ന് ഒരു ആത്മീയ ഉപാധി അല്ലെങ്കിൽ മനഃശാസ്ത്രപരമായ വഴികാട്ടി എന്ന നിലയിലേക്ക് ജ്യോതിഷം സ്വയം പുനർനിർവചിക്കുന്നു. യുക്തിയുടെയും ശാസ്ത്രത്തിൻ്റെയും ഈ കാലഘട്ടത്തിൽ അതിജീവിക്കാനുള്ള ഒരു മികച്ച തന്ത്രമാണിത്. അനുഭവപരമായ തെളിവുകളുടെ അഭാവത്തെ മറികടക്കാനും വസ്തുതാപരമായ കൃത്യതയേക്കാൾ അർത്ഥവും ആശ്വാസവും തേടുന്ന മനുഷ്യന്റെ ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്താനും ഈ മാറ്റം ജ്യോതിഷത്തെ സഹായിക്കുന്നു. അടങ്ങാത്ത ആകർഷണം മറ്റൊന്നാണ്. അതായത് ജ്യോതിഷത്തിലുള്ള വിശ്വാസത്തിന്റെ മനഃശാസ്ത്രവും അതിൻ്റെ സാമൂഹിക ശാസ്ത്രവും നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ജ്യോതിഷത്തിന് ശാസ്ത്രീയമായ അടിത്തറയില്ലെന്നും അതിൻ്റെ പ്രവചനങ്ങൾ വിശ്വസനീയമല്ലെന്നും നിരവധി പഠനങ്ങൾ തെളിയിച്ചിട്ടും ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകൾ എന്തുകൊണ്ടാണ് അതിൽ വിശ്വസിക്കുന്നത്? ഈ ചോദ്യത്തിനുള്ള ഉത്തരം ജ്യോതിഷത്തിൻ്റെ പ്രവചനങ്ങളിലല്ല, മറിച്ച് മനുഷ്യ മനസ്സിൻ്റെയും സമൂഹത്തിൻ്റെയും സങ്കീർണമായ പ്രവർത്തനങ്ങളിലാണ് കണ്ടെത്താനാവുക. ജ്യോതിഷത്തിൻ്റെ നിലനിൽപ്പിന് പിന്നിൽ ശക്തമായ മനഃശാസ്ത്രപരവും സാമൂഹികവുമായ ഘടകങ്ങളുണ്ട്. മനുഷ്യജീവിതം അനിശ്ചിതത്വങ്ങൾ നിറഞ്ഞതാണ്. വ്യക്തിപരവും സാമൂഹികവുമായ പ്രതിസന്ധി ഘട്ടങ്ങളിൽ, ഉദാഹരണത്തിന് സാമ്പത്തിക മാന്ദ്യം, യുദ്ധങ്ങൾ അല്ലെങ്കിൽ വ്യക്തിപരമായ നഷ്ടങ്ങൾ ഉണ്ടാകുമ്പോൾ ജ്യോതിഷത്തിലുള്ള വിശ്വാസം വർദ്ധിക്കുന്നതായി കാണാം. താറുമാറായതും പ്രവചനാതീതവുമായ ഒരു ലോകത്ത് ജ്യോതിഷം ഒരു ചിട്ടയും അർത്ഥവും നിയന്ത്രണബോധവും നൽകുന്നു. ജീവിതത്തിലെ സംഭവങ്ങൾ യാദൃച്ഛികമല്ലെന്നും ഒരു വലിയ പ്രപഞ്ച പദ്ധതിയുടെ ഭാഗമാണെന്നുമുള്ള ചിന്ത പലർക്കും ആശ്വാസം പകരുന്നു. തങ്ങളുടെ ജീവിതം ബാഹ്യശക്തികളാൽ നിയന്ത്രിക്കപ്പെടുന്നുവെന്ന് വിശ്വസിക്കുന്ന ആളുകൾക്ക് ജ്യോതിഷം സംഭവങ്ങൾക്ക് ഒരു യുക്തിസഹമായ വിശദീകരണം നൽകുന്നു. ഇതൊരു ഫലപ്രദമായ അതിജീവന തന്ത്രമായി പ്രവർത്തിക്കുന്നു. ജ്യോതിഷം ശരിയാണ് എന്ന തോന്നൽ അല്ലെങ്കിൽ ജ്യോതിഷം ശരിയാണെന്ന് തോന്നാൻ സഹായിക്കുന്ന ചില മാനസിക പ്രവണതകൾ മനുഷ്യർക്കുണ്ട്. അതിൽ പ്രധാനമാണ് സ്ഥിരീകരണ പക്ഷപാതം. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ഒരു ജ്യോതിഷിക്കു പ്രവചനം ശരിയായി വരുമ്പോൾ ആളുകൾ അത് ഓർമ്മിക്കുകയും തെറ്റിപ്പോകുന്ന നൂറുകണക്കിന് പ്രവചനങ്ങൾ സൗകര്യപൂർവ്വം മറക്കുകയും ചെയ്യുന്നു. ആർക്കും യോജിക്കുന്ന രീതിയിലുള്ള പൊതുവായ പ്രസ്താവനകൾ, ഉദാഹരണത്തിന് നിങ്ങൾ സാമ്പത്തികമായി ചില വെല്ലുവിളികൾ നേരിടാം, സ്ഥിരീകരണ പക്ഷപാതത്തിന് വളരെയധികം സാധ്യത നൽകുന്നു. പിന്നൊന്നാണ് ബർണം പ്രഭാവം. അതായത് അവ്യക്തവും പൊതുവായതുമായ വ്യക്തിത്വ വിവരണങ്ങൾ തങ്ങൾക്ക് മാത്രമായി ബാധകമാണെന്ന് വിശ്വസിക്കാനുള്ള മനുഷ്യന്റെ പ്രവണതയാണിത്. ജ്യോതിഷത്തിലെ രാശിഫലങ്ങളും വ്യക്തിത്വ വിവരണങ്ങളും പലപ്പോഴും ഈ രീതിയിലുള്ള ഭാഷയാണ് ഉപയോഗിക്കുന്നത്. ഇത് വായിക്കുമ്പോൾ ഇത് എത്ര കൃത്യമായി എന്നെക്കുറിച്ചാണ് പറയുന്നത് എന്ന് ആളുകൾക്ക് തോന്നുന്നു. ആധുനിക കാലഘട്ടത്തിൽ പലർക്കും ജ്യോതിഷം ഒരു കർശനമായ ഭാവി പ്രവചന മാർഗമല്ല, മറിച്ച് സ്വയം മനസ്സിലാക്കാനും വ്യക്തിത്വം കണ്ടെത്താനുമുള്ള ഒരു ഉപാധിയാണ്. സൂര്യരാശി, ചന്ദ്രരാശി തുടങ്ങിയവയെക്കുറിച്ച് സംസാരിക്കുന്നത് സാമൂഹികമായ ഒത്തുചേരലിൽ ഒരു സംഭാഷണം തുടങ്ങാനും മറ്റുള്ളവരുമായി ഒരു പൊതുവായ ബന്ധം കണ്ടെത്താനും സഹായിക്കുന്നു. പരമ്പരാഗത സ്ഥാപനങ്ങൾക്ക് നൽകാൻ കഴിയാത്ത ഒരു അർത്ഥത്തിന്റെ ഭൂപടം ജ്യോതിഷം നൽകുന്നുവെന്നും ഇത് എല്ലാവരും സ്വാഗതം ചെയ്യുന്ന ഒരു ഇടമാണെന്നും വാദിക്കുന്നവരുമുണ്ട്. ഭാരതം പോലുള്ള രാജ്യങ്ങളിൽ ജ്യോതിഷം ഒരു വ്യക്തിപരമായ വിശ്വാസം എന്നതിലുപരി സാമൂഹിക ജീവിതവുമായി അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ്. വിവാഹം പോലുള്ള ജീവിതത്തിലെ സുപ്രധാന തീരുമാനങ്ങളെ അത് സ്വാധീനിക്കുന്നു. ഇത് കുടുംബങ്ങൾക്ക്
പിന്തുടരാൻ ഒരു പൊതുവായ സാംസ്കാരിക ചട്ടക്കൂട് നൽകുന്നു. കർമ്മം, പുനർജന്മം തുടങ്ങിയ ആഴത്തിലുള്ള ആത്മീയ സങ്കല്പങ്ങളുമായി ജ്യോതിഷം ബന്ധപ്പെട്ടിരിക്കുന്നു. ജനന ചാർട്ടിനെ ഒരു ആത്മാവിൻ്റെ ഒരു ജന്മത്തിലെ യാത്രയുടെയും പഠിക്കേണ്ട പാപകർമ്മങ്ങളുടെയും ഒരു ഭൂപടമായി കാണുന്നു. ഇത് ജ്യോതിഷത്തിന് വലിയ ആത്മീയ പ്രാധാന്യം നൽകുന്നു. ജ്യോതിഷം ഒരു ശക്തമായ മാനസിക പ്രൊജക്ഷൻ ഉപാധിയായി പ്രവർത്തിക്കുന്നു. വ്യക്തികൾക്ക് അവരുടെ സ്വന്തം വ്യക്തിത്വം, ഉത്കണ്ഠകൾ, പ്രതീക്ഷകൾ എന്നിവയെല്ലാം പ്രതിഫലിപ്പിക്കാൻ ഒരു ബാഹ്യവും പ്രപഞ്ചപരവുമായ ചട്ടക്കൂട് അത് നൽകുന്നു. കൂടാതെ വ്യക്തിപരമായ പരാജയങ്ങൾക്കോ കഠിനമായ ജീവിതാനുഭവങ്ങൾക്കോ വ്യക്തിപരമല്ലാത്ത ഒരു വിശദീകരണം നൽകുന്നതിലൂടെ അത് കുറ്റബോധത്തിൽ നിന്ന് വ്യക്തിപരമായ ഉത്തരവാദിത്തത്തിൽ നിന്നും ഒരു താൽക്കാലിക മോചനം നൽകുന്നു. ഇതിനെ ഒരു കർമ്മപരമായ ഒഴികഴിവ് എന്ന് വിശേഷിപ്പിക്കാം. ഈ പ്രവർത്തനം അതിൻ്റെ ചികിത്സാപരമായ ആകർഷണീയതയെ വിശദീകരിക്കുന്നു. ആന്തരിക സംഘർഷങ്ങളെ ബാഹ്യവൽക്കരിക്കുകയും അവയ്ക്ക് ഒരു കഥ നൽകുകയും ചെയ്യുന്നതിലൂടെ ജ്യോതിഷത്തിന് ഉത്കണ്ഠ കുറയ്ക്കാനും ആശ്വാസം നൽകാനും കഴിയും. അതിൻ്റെ സത്യം എന്നത് അതിൻ്റെ അനുഭവപരമായ കൃത്യതയേക്കാൾ വ്യക്തിപരമായ അർത്ഥം കണ്ടെത്താനുള്ള ഒരു സംവിധാനം എന്ന നിലയിലുള്ള അതിൻ്റെ ഫലപ്രാപ്തിയായി മാറുന്നു. ഇതുകൊണ്ടാണ് ഒരാൾക്ക് ജ്യോതിഷത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നില്ല എങ്കിലും അത് ഉപയോഗപ്രദമാണ് അല്ലെങ്കിൽ രസകരമാണ് എന്ന് കണ്ടെത്താൻ കഴിയുന്നത്. ജ്യോതിഷത്തെക്കുറിച്ചുള്ള ഈ സമഗ്രമായ അപഗ്രഥനം നമ്മെ എത്തിക്കുന്നത് സങ്കീർണമായ ഒരു നിഗമനത്തിലാണ്. ഒരു വശത്ത് ഭാരതീയ സംസ്കാരത്തിൻ്റെയും ആത്മീയതയുടെയും അവിഭാജ്യ ഘടകമായി സഹസ്രാബ്ദങ്ങളുടെ ചരിത്രമുള്ള സങ്കീർണമായ ഒരു ജ്ഞാന വ്യവസ്ഥയുമായി ജ്യോതിഷം നിലകൊള്ളുന്നു. മറുവശത്ത് അതിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളിൽ അവ്യക്തതയും പ്രായോഗിക പ്രയോഗങ്ങളിൽ പൊരുത്തക്കേടുകളും നിലനിൽക്കുന്നു. ആധുനിക ശാസ്ത്രത്തിന്റെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് അതിൻ്റെ അവകാശവാദങ്ങൾക്ക് യാതൊരു തെളിവും കണ്ടെത്താനായിട്ടില്ല. പലതും ശാസ്ത്രീയ തത്വങ്ങൾക്ക് വിരുദ്ധവുമാണ്. ജ്യോതിഷത്തിന്റെ ആധുനിക കാലത്തെ പ്രസക്തി നിലനിൽക്കുന്നത് അതിൻ്റെ വിജയകരമായ പരിണാമത്തെ ആശ്രയിച്ചാണ്. വിധി നിർണയിക്കുന്ന ഒരു പ്രവചന സംവിധാനം എന്ന നിലയിൽ നിന്ന് സ്വയം കണ്ടെത്തലിനും ആത്മപരിശോധനയ്ക്കുള്ള ഒരു മനഃശാസ്ത്രപരമായ ഒരു ഉപാധി എന്ന നിലയിലേക്ക് അത് മാറിക്കൊണ്ടിരിക്കുന്നു. ഓൺലൈൻ ജ്യോതിഷത്തിന്റെ വളർച്ചയും കർമ്മ പാറ്റേണുകൾ, ആശയവിനിമയ ശൈലികൾ തുടങ്ങിയ മനഃശാസ്ത്രപരമായ ഭാഷയുടെ ഉപയോഗവും ഈ മാറ്റത്തിന്റെ വ്യക്തമായ സൂചനയാണ്. ഇത് ജ്യോതിഷത്തെ ആത്മീയതയെയും വ്യക്തിത്വത്തെയും പോലെ ഒരേപോലെ വിലമതിക്കുന്ന ആധുനിക വിദ്യാസമ്പന്നരായ ഒരു തലമുറയ്ക്ക് കൂടുതൽ സ്വീകാര്യമാക്കുന്നു. ഈ വൈരുദ്ധ്യത്തെ എങ്ങനെ സമീപിക്കാം എന്ന് നോക്കുമ്പോൾ അതിൽ വ്യക്തിപരമായ തെരഞ്ഞെടുപ്പാണ് വളരെ പ്രധാനമായിട്ടുള്ളത്. ഈ വീഡിയോ ജ്യോതിഷത്തെ സ്വീകരിക്കണമെന്നോ തള്ളിക്കളയണമെന്നോ നിർദ്ദേശിക്കുന്നില്ല. മറിച്ച് ഒരു വ്യക്തിക്ക് സ്വന്തമായി ഒരു വിലയിരുത്തൽ നടത്താനും അതിലെത്തിച്ചേരാനുമുള്ള ഒരു ചട്ടക്കൂട് നൽകാനാണ് ശ്രമിച്ചത്. ജ്യോതിഷത്തിന്റെ അവകാശവാദങ്ങളെ അക്ഷരാർത്ഥത്തിൽ സ്വീകരിക്കാതെ തന്നെ അതിനെ സമ്പന്നമാക്കുന്ന ഒരു സാംസ്കാരിക പൈതൃകമായും പ്രതീകാത്മകമായ ഒരു ഭാഷയായും ജ്യോതിശാസ്ത്രത്തെ അല്ലെങ്കിൽ ജ്യോതിശാസ്ത്രത്തിന്റെ ചരിത്രപരമായ മുൻഗാമിയായും വിലമതിക്കാൻ സാധിക്കും. അത് ശരിയാണ് എന്ന് തോന്നിപ്പിക്കുന്ന മാനസിക പക്ഷപാതങ്ങളെക്കുറിച്ച് ബോധവാന്മാരായിരുന്നത് കൊണ്ട് ആത്മപരിശോധനയ്ക്കും ചിന്തയ്ക്കുമുള്ള ഒരു ഉപാധിയായി ഇതിനെ ഉപയോഗിക്കാം. എന്നാൽ ജീവിതത്തിലെ നിർണായക തീരുമാനങ്ങൾ എടുക്കുന്നതിന്, ഉദാഹരണത്തിന് അനുയോജ്യമായ ഒരു പങ്കാളിയെ വേണ്ടെന്ന് വയ്ക്കുക, സാമ്പത്തിക നിക്ഷേപങ്ങൾ നടത്തുക, കർക്കശവും വിധി നിർണായകവുമായ ഒരു അളവുകോലായി ജ്യോതിഷം ഉപയോഗിക്കുമ്പോൾ അത് ഒരു തടസ്സമായി മാറാൻ സാധ്യതയുണ്ട്. ഒരു അർത്ഥവത്തായ സംവിധാനത്തെ ഒരു വസ്തുതാപരമായ സംവിധാനമായി തെറ്റിദ്ധരിക്കുന്നതിലാണ് യഥാർത്ഥ അപകടം നിലനിൽക്കുന്നത്. ജ്യോതിഷത്തിന്റെ അടങ്ങാത്ത ശക്തി കുടികൊള്ളുന്നത് നക്ഷത്രങ്ങളിലല്ല, മറിച്ച് നമ്മളിൽ തന്നെയാണ്. അർത്ഥത്തിനായുള്ള നമ്മുടെ അഗാധമായ മാനുഷികമായ ആവശ്യകതയിൽ അനിശ്ചിതമായ ഒരു പ്രപഞ്ചത്തിൽ നിയന്ത്രണം ആഗ്രഹിക്കുന്ന നമ്മുടെ സഹജവാസനയിൽ നമ്മൾ ആരാണെന്നും നമ്മുടെ സ്ഥാനം എന്താണെന്നും പറഞ്ഞു തരുന്ന ഒരു കഥയ്ക്ക് വേണ്ടിയുള്ള നമ്മുടെ അന്വേഷണത്തിൽ അത് മനുഷ്യന്റെ ഭാവനയുടെയും പ്രപഞ്ചത്തിൽ തങ്ങളുടെ ഇടം കണ്ടെത്താനുള്ള കാലാതീതമായ അന്വേഷണത്തിന്റെയും ഒരു സ്മാരകമാണ്. ഒരു ശാസ്ത്രമെന്ന നിലയിൽ അത് പരാജയപ്പെടുമ്പോൾ ഒരു സാംസ്കാരിക മനഃശാസ്ത്രം പ്രതിഭാസം എന്ന നിലയിൽ അത്
അഭിവൃദ്ധി പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു.